ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റ് നടപ്പിലാക്കുന്ന കിളികൾക്ക് ഒരു തുള്ളി എന്ന പ്രകൃതി സ്നേഹ പദ്ധതിയുടെ ഭാഗമായി പക്ഷികൾക്ക് ജലവും ഭക്ഷ്യധാന്യവും ഒരുക്കി. യോഗം യൂണിറ്റ് പ്രസിഡന്റ് സാമുവൽ PJ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റ് കിളികൾക്ക് ഒരു തുള്ളി എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി പക്ഷികൾക്ക് ജലവും ഭക്ഷ്യധാന്യവും ഒരുക്കി. പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു മേഖലയിലും ഒക്കെ ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത്. അതിന് ആദ്യമായി യൂണിറ്റിൻ്റെ പേരിൽ ഇന്നത്തെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കിളികൾക്ക് ഒരു തുള്ളി വെള്ളം. അതുങ്ങൾക്ക് പക്ഷികൾക്ക് കുടിക്കാനും കുളിക്കാനും, കുടിക്കുന്നതോടൊപ്പം തന്നെ കുളിക്കാനും അതിൻ്റെ ചിറകുകളെ സംരക്ഷിക്കേണ്ടത് ഈ കുളി കൊണ്ടാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതിൻ്റെ പൂർണ്ണമായ വിശദീകരണത്തിന് നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗം ഷാനു ഭാസ്കർ വിശദീകരിക്കുന്നതാണ്. ഇതിൽ നമ്മുടെ ഈ പക്ഷികൾക്കൊരു തുള്ളി വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അനന്തൻ സൂചിപ്പിച്ചതുപോലെ അത് പറവകൾ വെള്ളം കുടിക്കുക, അതിനകത്ത് വലിയ പാത്രം വെച്ചിട്ട് അതിനകത്ത് കുളിക്കുക. നമ്മളിപ്പോൾ ഒരു കുളത്തിലോ ആറ്റിലോ ഒക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ പക്ഷികൾ കുളിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷമാണ്. ഞങ്ങൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ എവിടെയോ പോയിട്ട് വരുന്ന വഴിക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കാക്ക വായും പുഴച്ചിരുന്ന് വെള്ളത്തിനായിട്ട് അത് ഇങ്ങനെ മേപ്പോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. ഒത്തിരി സങ്കടം തോന്നിയ ഒരു കാര്യമാണത്. നമ്മുടെ ജീവജാലങ്ങളോടുള്ള സ്നേഹം പഴയതിനേക്കാൾ കൂടി വന്നു. സോഷ്യൽ മീഡിയയുടെ ഒരു സാന്നിധ്യം തന്നെ അതിനൊരു കാരണമായിട്ടുണ്ട്. കാരണം പക്ഷികൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാനും വെള്ളം കൊടുക്കുന്നത് പുണ്യകർമ്മമാണെന്നും, അത് നമ്മളറിയാൻ എനിക്ക് തോന്നുന്നു കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പിതൃക്കളെ ഊട്ടുന്നത് തുല്യമാണെന്നൊക്കെ ഇതൊരു അന്ധവിശ്വാസമാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിലൊരു വലിയൊരു വസ്തുതയുണ്ട്. കാരണം ആ ഒരു കാക്കയ്ക്ക് നമ്മൾ എന്തെങ്കിലും വെച്ചാൽ അത് മറ്റു ജീവജാലങ്ങൾക്ക് എല്ലാവരും സ്വീകാര്യമാണ്. ജനങ്ങളോട് അടുക്കുമ്പോഴേ അറിയാൻ പറ്റും. ഞാനിവിടെ പറയുകയുണ്ടായി, നമ്മൾ പണ്ട് വംശനാശം എന്ന് പോയാൽ മരം തന്നെയുണ്ട്. അതായത് പക്ഷികളില്ലാണ്ടായാൽ വംശം നശിക്കുന്ന മരങ്ങളുണ്ട്. മൗറീഷ്യസിലൊരു കവേറിയ എന്ന് പറയുന്ന ഒരു മരമുണ്ട്. അപ്പോൾ അവിടെ ഡോഡോ പക്ഷികൾ എന്ന് പറയുന്ന ഒരു തരം പക്ഷികളുണ്ടായിരുന്നു. ഈ പക്ഷികൾ പറക്കാത്ത പക്ഷികളാണ്. കാരണം അത് ഭൂമിയിൽ തന്നെ ജീവിച്ച് ആ ജീവസാഹചര്യമായിട്ട് ബന്ധപ്പെട്ട തന്നെ പറക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട പക്ഷികളാണ്. അത് പ്രാവിനെ നല്ലൊരാശയമാണ്. അതിനെപ്പറ്റി സാനുചേട്ടനും നമ്മുടെ മോനച്ചാനും ഒക്കെ അതിനെപ്പറ്റി നല്ല വശമാണ്. ഇത് നമ്മുടെ നോർത്തിനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പലയിടത്തും ഒരു ടാങ്കായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഈ പക്ഷികൾക്ക് അല്ലെ ഈ അവിടെ എരുമയും പൂത്തും ഒക്കെ റോഡിൽ കൂടെ ചുമ്മാ നടക്കും. അവർ വീട്ടിൽ കെട്ടിയിടത്തില്ല. അവർക്ക് കുടിക്കാൻ വേണ്ടി അവർ ടാങ്കായിട്ട് വെള്ളം നിറച്ച് വെച്ചു. അതിനകത്ത് പട്ടിയും പൂച്ചയും എല്ലാവരും വന്ന് അത് വെള്ളം കുടിക്കും. അതുപോലെ മനുഷ്യർക്ക് വേണ്ടി പോലും ഓരോ കടകളിലും ഓരോ സ്ഥലത്ത് തന്നെ അവരൊരു മൺകളത്തിലാണ് വെള്ളം ഇട്ടേക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ ഭാഗത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ആ നോർത്ത് ഇന്ത്യ നമ്മൾ പോകുമ്പം നമ്മൾ പല കടകളിൽ കയറിയാലും നമുക്ക് ധൈര്യമായിട്ടിരുന്ന് വെള്ളം കുടിക്കാം. നമ്മുടെ ഇവിടുത്തെ സ്നേഹിക്കുക എന്നത് വലിയ നല്ലൊരാശയമാണ്. ഒട്ടേറെ പ്രോഗ്രാമുകൾ നടത്തി വിജയിപ്പിക്കുന്ന മാന്നാർ യൂണിറ്റിൻ്റെ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന സഹജീവികൾക്ക് വെള്ളം കൊടുക്കുന്ന ഈ വലിയ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. ദിവസവും അതങ്ങനെ ഇരുന്ന് അഴുക്കായിട്ടിരിക്കുവാണെങ്കിൽ ചിലപ്പോൾ മുനിസിപ്പാലിറ്റിക്കാരും എല്ലാം വഴക്ക് പറയും. അതുകൊണ്ട് സ്റ്റുഡിയോക്കാർ തന്നെ അവരുടെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ വെള്ളം വെക്കണം. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ഇതിനോടനുബന്ധിച്ച് ചേർന്ന യോഗം പ്രസിഡന്റ് സാമുവൽ PJ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി ജോർജ് ഫിലിപ്പ് സ്വാഗതം പറഞ്ഞു. ജില്ലാ ഇൻഷുറൻസ് കോർഡിനേറ്റർ സാനു ഭാസ്കർ മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി രാജേഷ് രാജവിഷൻ, മേഖലാ PRO ജിതേഷ് ചെന്നിത്തല, യൂണിറ്റ് ഇൻചാർജ് അർച്ചന ശ്രീകുമാർ, വനിതാ കോർഡിനേറ്റർ ശുഭ രാജേഷ്, മേഖലാ സ്വാതന്ത്ര്യം കോർഡിനേറ്റർ നിയാസ് മാന്നാർ, വനിതാ അംഗം ഷേർലി സാമുവൽ, യൂണിറ്റ് ട്രഷറർ മഹേഷ് ചെന്നിത്തല എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. യൂണിറ്റ് PRO അനീഷ് കുമാർ നന്ദി പറഞ്ഞു. CDNet ന്യൂസ് മാന്നാർ.